ആരാ? മഹാലക്ഷ്മിയെ രമിപ്പിക്കുന്നവനെ. അങ്ങനെ രാമൻ എന്ന് പേര് വന്നത്. രമിപ്പിക്കുന്നവൻ രാമൻ, രമിക്കുന്നവൾ രമ. മനസ്സിലായോ? രമയുടെ ഭർത്താവ് രാമൻ. അതുകൊണ്ട് സ്ത്രീയെ രമിപ്പിക്കുന്നവനെ രാമ നീ വരൂ എന്ന് പറയുന്നതാണ്. ആ ഐശ്വര്യമാണ് ഈ ഭൂമി. ഈ ഭൂമി ഐശ്വര്യമാണ്. ആ ഭൂമിയെ വരേണ്യമാക്കുന്ന സൂര്യൻ, അതാണ് ഗായത്രി മന്ത്രം. ഗായത്രി മന്ത്രം കഴിഞ്ഞ് പിന്നെ ദൈവം പാതി കഴിഞ്ഞാൽ പിന്നെ താൻ പാതിയാവണ്ടേ? അടുത്ത മന്ത്രം ഏതാ? അടുത്ത മന്ത്രം എല്ലാം പാട്ടാ. അടുത്ത മന്ത്രം ശാന്തി മന്ത്രം. എന്താ ശാന്തി മന്ത്രം? ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹി. ഇനി നമ്മളെ പണിയാ. ഓം സഹ അവവതു. ഒരുമിച്ചിരുന്ന് പഠിക്കണം, ചർച്ച ചെയ്യണം. ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യണം. അതാണിപ്പോൾ ഇവിടെ നടക്കുന്നത്. സഹ അവവതു. ഈ ലോകത്തുണ്ടായിരിക്കുന്ന എല്ലാ വികാസവും ആരും ഒറ്റക്കിരുന്ന് ഉണ്ടാക്കിയതല്ല. ബെഡ്റൂമിലല്ല ലോകത്തിന് വികാസമുണ്ടായത്. വരാന്തകളിലും തെരുവുകളിലും മൈതാനങ്ങളിലും ഹാളുകളിലുമാണ് ലോകത്തിന് വികാസം ഉണ്ടായത്. നിങ്ങളിപ്പോൾ ചില ആൾ വിചാരിക്കുന്നുണ്ട് ഇത്ര നേരം വെറുതെ ഇവിടെ വന്നിരുന്നിട്ട് വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗെയിം കളിച്ചുകൂടെ എന്നല്ലേ? ഈ ഗെയിം കളിച്ച് വീട്ടിലിരുന്ന് ഗെയിം കളിച്ചിട്ട് ലോകം എന്തോ മാറുമോ? ഒരു മാറ്റം ഉണ്ടാവില്ല. ഈ ഇവിടെ വന്നിരിക്കുമ്പോഴുള്ള നിങ്ങളായിരിക്കുമോ തിരിച്ചു പോകുമ്പോഴുള്ള നിങ്ങൾ? അതാ പ്ലസ്. ഇവിടെ വരുമ്പോൾ തൂക്കം നോക്കിയിട്ട് തിരിച്ചു പോകുമ്പോൾ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് തൂക്കം കൂടിയിട്ടുണ്ടോ എന്ന് ആരും നോക്കുമോ? നീളം കൂടിയിട്ടുണ്ടോ നോക്കുക? 8ാം ക്ലാസ്സിൽ ഒരു കുട്ടിയെ ചേർക്കുമ്പോൾ ആ കുട്ടിക്ക് എത്ര തൂക്കം ഉണ്ടെന്ന് നോക്കി 10ാം ക്ലാസ്സിലെ SLC ബുക്കിൽ അവൻ്റെ തൂക്കം കൂടിയത് ആരെങ്കിലും +8 എഴുതുമോ? ഇല്ല. അവൻ്റെ ആന്തരികമായ സാംസ്കാരികമായ ഗുണം വർദ്ധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ടല്ലേ ഈ ശരീരം വളർത്തലല്ല പ്രധാനം, ശരീരത്തെ നിയന്ത്രിക്കലാ. പഞ്ചായത്തിൻ്റെ കെട്ടിട നിർമ്മാണ ചട്ടം എന്ന് പറയും പലരും. കെട്ടിട നിർമ്മാണ ചട്ടം ഇല്ല പഞ്ചായത്തിന്. കെട്ടിട നിർമ്മാണ നിയന്ത്രണ ചട്ട. അധികം കെട്ടിടം ഉണ്ടാക്കാതിരിക്കാനാണ് പഞ്ചായത്ത് നിയമം ഉണ്ടാക്കിയത്. വെറുതെ എന്തിനുണ്ടാക്കുന്നു? വെറുതെ പൈസ ചെലവഴിക്കുന്നു എന്നാണ്. പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കാത്ത വിധത്തിൽ മാത്രമേ കെട്ടിടം ഉണ്ടാക്കാവൂ. കെട്ടിട നിർമ്മാണ നിയന്ത്രണ ചട്ടം. അതുപോലെ മക്കളെ പോറ്റുന്നത് എന്താ? ശരീരത്തെ വളർത്താനല്ല, ശരീരത്തെ നിയന്ത്രിക്കാനാണ് അച്ഛനമ്മമാർ പഠിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ ഒരു കുട്ടി ജനിച്ച ആദ്യത്തെ ചടങ്ങെന്താ? ഒരു കുട്ടി ജനിച്ച ആദ്യത്തെ ചടങ്ങെന്താ മലയാളികൾക്ക്? 28-ന് മുമ്പ് 2 ചടങ്ങുണ്ട്. കണ്ണെഴുതുന്നതിന് മുമ്പ് ആദ്യം ജനിച്ച ഉടനെ തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി എന്നൊരു പാട്ട് കേട്ടില്ലേ? തേനും വയമ്പും നാവിൽ. എന്തിനാ തേന്? മധുരം. ജനിച്ച ഉടനെ കുട്ടിക്ക് തോന്നുക കൊള്ളാലോ, പോസിറ്റീവ് എനർജി. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ. കൊള്ളാലോ, ഈ ലോകം ഓക്കെയാണ്, ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്ന് കുട്ടിയുടെ ഭാവം ഉണ്ടാക്കാനാണ് തേന്. ഈ പാരം കൊടുക്കുന്നുണ്ടോ? പകരം ഒരു ഇഞ്ചക്ഷൻ വെച്ചോളൂ. അപ്പോൾ കുട്ടിക്ക് തോന്നും ഈ നല്ല കാലം മാറാൻ എന്നെ കുത്താൻ വേണ്ടി വന്നു അല്ലേ? ഇഞ്ചക്ഷൻ വേണം. പ്രതിരോധ വാക്സിനേഷൻ നിർബന്ധമാണ്, എല്ലാവർക്കും കൊടുക്കുകയും വേണം. പക്ഷേ അല്പം തേന് നാവിൽ. മധുരം 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 മധുരാധിപതേ സകലം മധുരം അല്ലേ? ആ പോസിറ്റീവ് എനർജിയാണ് തേന്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കണ്ണൂർ ജില്ലക്കാർക്ക് ഉണ്ട്, ഭാര്യയ്ക്കും ഭാര്യേൻ്റെ അമ്മയ്ക്കും തിന്നാനുള്ള കാശ് കൊണ്ട് കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. അറിയാമോ? മറ്റുള്ള സ്ഥലത്തുണ്ടോയെന്ന് എനിക്കറിയില്ല. തിന്നാനുള്ള, പക്ഷെ തിന്നുന്നതിന് അതിന് മാത്രമേ ഇംഗ്ലീഷ് പറയൂ. തിന്നുന്നതിൻ്റെ ഇംഗ്ലീഷാണ് പറയുക, ഈറ്റിൻ്റെ പൈസ എന്നാണ് പറയുക. മനസ്സിലായോ? മനസ്സിലായോ? ആ പൈസ കൊണ്ട് കൊടുക്കൂ. അപ്പോൾ പിന്നെ മൂന്നാമത്തത് 28 അല്ലേ? 28ാമത്തെ ദിവസം. അന്താ 28ൻ്റെ കണക്ക്? അന്താ 27 29 ആയാൽ 28ൻ്റെ പ്രത്യേകത അറിയാമോ? AD 825 മുമ്പ് മലയാളിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല, സ്റ്റാർ ഓഫ് ബർത്താ. ഡേറ്റ് വന്നത് നമ്മുടെ കലണ്ടർ ആദ്യം. മലയാളത്തിലെ ആദ്യത്തെ കലണ്ടർ ഏതാ? മലയാളത്തിൻ്റെ കലണ്ടർ ഏതാണെന്നറിയാവോ? നമ്മൾ ഈ ചുമരുമ തൂക്കുന്ന കലണ്ടർ പോർച്ചുഗീസുകാർ വന്നപ്പോഴാണ് കിട്ടിയ നമുക്ക്. അതിനു മുമ്പ് നമുക്കൊക്കെ ഒരു കലണ്ടർ ഉണ്ട്. സംക്രമ വിഷു പക്ഷി സംവത്സര പക്ഷി പൊന്മണി ചുണ്ടിനാൽ കാലത്തിൻ ചുമരിലെ പുഷ്പപഞ്ചാംഗങ്ങൾ മാറ്റി നീ എത്ര പുഷ്പപഞ്ചാംഗങ്ങൾ മാറ്റി. മനസ്സിലായോ? പഞ്ചാംഗം. അത് പുസ്തകമായതുകൊണ്ട് നമുക്ക് കലണ്ടറെന്ന് മനസ്സിലായിട്ടില്ല അല്ലേ? പുസ്തകത്തിൽ എഴുതി വെച്ചാ. അത് എപ്പോൾ ഉണ്ടാക്കിയത്? കൊല്ലക്കാരാണ് ഉണ്ടാക്കിയത്. കൊല്ലക്കാര് എല്ലാവരും ഒത്തുചേർന്നിട്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ആ കൊല്ലവർഷം തുടങ്ങിയേ. മനസ്സിലായോ? കൊല്ലത്ത് ഉണ്ടാക്കിയത് കൊണ്ടാ കൊല്ലവർഷം എന്ന് പേര്. ആ കൊല്ലവർഷം
AD 825. ഇതേതാ കൊല്ലവർഷം എന്ന് മനസ്സിലാകാൻ 2024 മൈനസ് 825 ആയിരിക്കും ഇത് കൊല്ലവർഷം. മനസ്സിലായോ? അതിനു മുമ്പ് നമുക്ക് ഡേറ്റ് ഇല്ല, നമ്പർ ഇല്ല, നമുക്ക് നക്ഷത്രമാണ്. അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രം. ആ നക്ഷത്രം ഓരോ മാസത്തിൽ ഓരോ ആംഗിളിൽ നിന്നാണല്ലോ ഭൂമി സൂര്യനെ ചുറ്റുന്നത് കൊണ്ട് വിവിധ സ്ഥലത്തുനിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ആടുന്നെടുത്ത ഫോട്ടോ ഇടുന്നെടുത്ത ഫോട്ടോ നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ സംവിധാനം മാറിയിട്ടല്ലേ കാണുക. അതുപോലെ നമ്മൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നക്ഷത്രങ്ങൾ വ്യത്യസ്ത ആംഗിളിൽ കാണും. ആ നക്ഷത്രങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ചിത്രം വരച്ചാൽ കിട്ടുന്ന ചിത്രങ്ങളാണ് ഓരോ മാസത്തിൻ്റെ പേര്. മാസത്തിൻ്റെ പേര് എങ്ങനെയാണ്? ആടിൻ്റെ ചിത്രം കിട്ടിയ മേഷം, മേഷം എന്ന് പറഞ്ഞാൽ ആട് എന്നാണ് സംസ്കൃതത്തിൽ, അതാ മേടം. പോത്തിൻ്റെ ചിത്രം കിട്ടിയ ഇടവം. ഭാര്യയും ഭർത്താവും വളരെ യോജിച്ചിട്ട് 69 ഇരിക്കുന്ന ചിത്രം കിട്ടിയാൽ മിഥുനം. തെറ്റിയ 96, യോജിച്ച 69. മനസ്സിലായോ? അപ്പോൾ മിഥുനം. കർക്കിടകം എന്ന് പറഞ്ഞാൽ ഞണ്ട്. ചിങ്ങം എന്ന് പറഞ്ഞാൽ സിംഹം, സിംഹം അത് ചിങ്ങമായി. കന്യകയുടെ ചിത്രം എന്ന് പറഞ്ഞാൽ ഈടുന്നെങ്കിൽ ഒരു ചിരി കണ്ടാൽ അത് മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കന്യകയില്ലേ, ആ ചിത്രമാണ് കന്നി. ത്രാസ്, തുലാശ്, തുലാശ് അതാണ് തുലാം. വൃശ്ചികം എന്ന് പറഞ്ഞാൽ തേള്, തേളില്ലേ ഈ വാല് കൊണ്ട് കുത്തുന്ന സ്റ്റേറ്റ് ബസ്സിൻ്റെ മണിയടിക്കുമ്പോഴത്തെ അതന്നെ, ആ തേള് അതിൻ്റെ ചിത്രം അതാണ് വൃശ്ചികം. ധനു എന്ന് പറഞ്ഞാൽ വില്ല്, ധനുസ്. മകരം എന്ന് പറഞ്ഞാൽ നർമ്മദ, നർമ്മദാദേവിയുടെ വാഹനം അറിയാം ആർക്കും? നർമ്മദാദേവിയുടെ വാഹനം മകരമത്സ്യമാണ്. മകരി എന്ന് പറഞ്ഞാൽ മുതല, മുഖം മുതല, ഉടല് മത്സ്യം, അതാണ് മകരമത്സ്യം. അതിൻ്റെ ചിത്രം കൊടുത്താൽ മകരം. പിന്നെ ഇവിടെ ഒരു കലണ്ടർ കണ്ടു, അതിൽ ഈ ചിത്രമുണ്ട്, അതിൽ മകരമത്സ്യത്തിന് ആടിൻ്റെ ചിത്രം കൊടുത്തത്. തെറ്റാണത്, തെറ്റാണത്. മകരം. കുംഭം പാത്രം, പാത്രം. മീനം സാധാരണ പരൽ മത്സ്യം, മേടം ആട്. മനസ്സിലായോ? ഇങ്ങനെയാണ് നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രം വെച്ചിട്ടാണ് നമ്മളെല്ലാം പിറന്നാൾ. 1980 മുമ്പ് ജനിച്ച മലയാളികൾക്കെല്ലാം 3 പിറന്നാളുണ്ടാവും, 3 ജന്മദിനം ഉണ്ടാവും. 1 ഇംഗ്ലീഷ് തീയതി, മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും രജിസ്റ്റർ ചെയ്ത തീയതി. 2 മലയാള മാസവും നക്ഷത്രം. മേടമാസം മകൻ നക്ഷത്രം. എൻ്റെ അമ്മ അന്നേ പായസം വെക്കും, വേറെ ഒരു ഡേറ്റ് ഓഫ് ബർത്തിനും പായസം വെക്കും, അന്ന് പായസം വെച്ച് തരും. എപ്പോൾ? മേടമാസം മകൻ നക്ഷത്രം. 3 LP സ്കൂളെ ഹെഡ് മാഷ് നിശ്ചയിച്ച തീയതി. സ്കൂളിൽ ചേർക്കാൻ പോയാൽ LP സ്കൂളെ ഹെഡ് മാഷ് ചോദിക്കും, എപ്പോഴാ? അച്ഛനോട് ചോദിച്ചു, എപ്പോൾ നാരായണ ഇവനെ പറ്റ്? അത് പെരളിമലയിൽ പൊനംകൃഷി നടത്തിയില്ലേ, ആ കൊല്ലാ പറ്റ്. അതേത് പൊനംകൃഷി നടത്തിയ കണ്ണോം പാലത്തിൻ്റെ കണ്ണടഞ്ഞ് വെള്ളം കയറിയില്ലേ, ആ കൊല്ലാ പ്രസവിച്ചു. ഈ മാഷക്ക് മനസ്സിലാവില്ല. അപ്പോൾ മാഷ് നിശ്ചയിച്ചു, ജൂണിൽ വയസ്സ് ആവണമെങ്കിൽ മെയ്യിൽ പ്രസവിക്കണം, നിന്നെ പറ്റത് മെയ് 4. അതാണ് എൻ്റെ SLC ബുക്കിൽ മെയ് 4. മനസ്സിലായോ? അത് ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്തു, മെയ് 4. അപ്പോൾ മെയ് 4 എനിക്ക് ആശംസകൾ ഇങ്ങനെ വരും. ഞാനത് മുഴുവൻ പരേതനായ നെട്ടൂർ കുഞ്ഞിരാം മാഷയുടെ പാതാരവിന്ദങ്ങളിലേക്ക് ഫോർവേഡ് ചെയ്യും. കഥ അയാൾ നിശ്ചയിച്ചതാണ്. മനസ്സിലായോ? അല്ലേ? അതല്ലേ ജന്മദിനോ? ഞാൻ SLC ബാച്ചിൻ്റെ സംഗമം നടക്കല്ലേ, എൻ്റെ കൂടെ പഠിച്ച കോളയാട് സെൻറ്റ് കോർണേലിയസ് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് എടുക്കാൻ പോയി. ഞാൻ അവിടെ പോയപ്പോൾ ലിസ്റ്റ് എടുക്കുമ്പോൾ ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടി കുറിച്ചെടുത്താൽ വാട്സപ്പിൽ ജന്മദിന ആശംസ അറിയിക്കാമല്ലോ. അങ്ങനെ കുറിച്ചെടുത്തു നോക്കുമ്പോൾ 241 ആളിൽ 212 ആളെയും പറ്റത് മെയിലാണ്. ഇതിനെപ്പറ്റി എന്താ സത്യം എന്നറിയാണ്ട് കുറേ കാലം കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി ആരെങ്കിലും ഒരു പഠനം നടത്തിയാൽ വിചാരിക്കും അന്ന് കേരളത്തിലെ സ്ത്രീകൾ മെയ് മാസം ക്യാമ്പ് നടത്തിയിട്ടാണ് പ്രസവിക്കാറെന്ന്. ക്യാമ്പ് നടത്തി പ്രസവിക്കുന്നു. അപ്പോൾ ഈ നക്ഷത്രമാണ് ഒരു പ്രധാനം, അല്ലേ? നക്ഷത്രം. അപ്പോൾ 27 കഴിഞ്ഞിട്ട് 28ാമത്തെ ദിവസം ഫസ്റ്റിൽ വരും ഈ കുട്ടീൻ്റെ നക്ഷത്രം. അന്നാണ് പേര് വിളിക്കുക, അന്നല്ലേ പേര് വിളിക്കുക. ഈ 28ൻ്റെ കണക്കിങ്ങളറിയോ? ഈ 28, 31 ദിവസം മാസം ഉണ്ടല്ലോ. നമ്മളെ മാസം പിന്നെ നിശ്ചയിച്ചപ്പോൾ 12 മാസമായി. 12 മാസം എങ്ങനെയാണ് വന്നതെന്നറിയോ? ചന്ദ്രമാസമായി. ചന്ദ്രൻ ഭൂമിയെ 12 തവണ ചുറ്റുന്നു എന്ന് കണ്ടെത്തിയപ്പോൾ 12 മാസമായി. 12 തവണ ചുറ്റുന്നു. അങ്ങനെയാണ് മാസത്തിന് മന്ത് എന്ന് ഇംഗ്ലീഷ് പേര് വന്നത്. MONDAY മൺഡേ തിങ്കളല്ലേ, MON ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് മന്ത്. മനസ്സിലായോ? അങ്ങനെയാണ് 8th 9th 10th എന്നെല്ലാം പറയില്ലേ, മന്ത്. അതാണ്. 10 മാസമേ ഉണ്ടായിരുന്നുള്ളൂ പണ്ട്, 2 മാസം പിന്നെ ചേർത്താ. ഈ ചാന്ദ്രമാസങ്ങൾ ഉണ്ടാക്കിയത് ജൂലിയസ് സീസറിൻ്റെ അഗസ്റ്റസ് സീസറിൻ്റെ കാലത്താ. ആ ജൂലിയസ് സീസറിൻ്റെ അഗസ്റ്റസ് സീസറിൻ്റെ കാലത്ത് ഉണ്ടാക്കിയത് കൊണ്ട് 2 മാസത്തിന് അവരെ പേര് കൊടുത്തു, ജൂലൈയും ആഗസ്റ്റും. ഈ ജൂലൈയും ആഗസ്റ്റും വരുന്നതിന് മുമ്പ് 10 മാസമേ ഉള്ളൂ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ കഴിഞ്ഞാൽ 7ാം മാസം ഏതാ? സെപ്റ്റംബർ. സപ്തം എന്ന് പറഞ്ഞാൽ എത്രയാ? 7. 8ാം മാസം അക്ടോബർ, അതാ ഒക്ടോബർ.
9-ാം മാസം നവംബർ 9-ാം മാസം ഡിസംബർ 10-ാം മാസം. മനസ്സിലായോ? ആ പേര് ഈ പേര് തമ്മിൽ ബന്ധം കണ്ട? ആ പേരും ഈ പേരും എന്ന് പറഞ്ഞാൽ അവരുടെ ലാറ്റിൻ ഭാഷയും നമ്മുടെ സംസ്കൃത ഭാഷയും ബന്ധമുണ്ട്. ഒരേ നാട്ടിൽ നിന്ന് 2 ഭാഗത്തേക്ക് പോയവരാണ്. മെസോപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് പോയവർ ഇംഗ്ലീഷുകാരും കിഴക്കോട്ട് വന്നവർ ഭാരതീയരുമായി മാറി. അതുകൊണ്ട് ഒരുപാട് പദങ്ങളിൽ സമാന ശബ്ദങ്ങളുണ്ട്. ഈ ബ്രാ എന്നുള്ള ശബ്ദമില്ലേ, ബ്രാ എന്നുള്ള ശബ്ദം ഭൂമി മുഴുവനുണ്ട്. നമുക്ക് ബ്രഹ്മാവുണ്ട്, ബ്രഹ്മാവിൽ ബ്രാന്നുണ്ട്, ഹാന്നുണ്ട്, മാന്നുണ്ട്, ഇല്ലേ? ക്രിസ്ത്യാനികളുടെ വലിയ ആളാരാ? അബ്രഹാം പുത്രനാം ഇസ്ഹാക്കിൻ വംശീയ വല്ലിയിൽ മുട്ടിട്ട പൊൻപൂവേ. അതിലും ഇല്ലേ? അബ്രഹാമിലും ഇല്ലേ ബ്രാഹാമ അല്ലേ? ഇബ്രാഹിം നബി അല്ലേ പ്രധാനം? പെരുന്നാൾ ബക്രീദിൻ്റെ ഇബ്രാഹിമിലും ഇല്ലേ ബ്രാഹാമ? ആലോചിച്ചു കേട്ടെ. ഈ ഭൂമിയിലുള്ള സംസ്കാരത്തിൻ്റെ എല്ലാം ഉറവിടം ഒന്നാണെന്ന് മനസ്സിലായില്ലേ? അദ്വൈതം എന്താണെന്ന്? അദ്വൈതമാണ്. ഈ ഭൂമി വസുധൈവ കുടുംബകമാണ് എന്നതിന് ഇതൊക്കെ ഈ ഭാഷയുടെ തെളിവുകൾ, ഈ ശബ്ദത്തിൻ്റെ തെളിവുകൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ എന്തിനു വെറുക്കുന്നു എന്ന ചോദ്യം നമുക്ക് ഉന്നയിക്കാം. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് 10 മാസം അല്ലേ? 10 മാസം പിന്നെ 12 മാസമായി. ഇപ്പോൾ ഈ 27 ദിവസം വെച്ചിട്ട് 12 മാസം കൂട്ടുമ്പോൾ എത്ര ദിവസമാണ് വരുന്നത്? 12 ഗുണിക്കണം 27 സമം 324. പക്ഷേ ടാലി ആവുന്നില്ല. ഭൂമി സൂര്യന് ചുറ്റാൻ എത്ര വേണം? 365. അപ്പോൾ സൂര്യമണ്ഡലം പൂർത്തീകരിക്കാൻ എത്ര വേണം? 365 വേണം. എത്രേൻ്റെ കുറവുണ്ട്? 365 മൈനസ് 324 സമം 41. അതാ ഈ മണ്ഡലം പൂർത്തീകരിക്കുന്ന മണ്ഡലകാലം 41 ദിവസമായി. മനസ്സിലായോ? മണ്ഡലകാലം 41ൻ്റെ കണക്ക് മനസ്സിലായോ? ഇതൊക്കെ നമ്മുടെ കാലബോധത്തെ നമ്മൾ മുറിച്ച് വെച്ചതിൻ്റെ യുക്തി അറിയണം. നമ്മുടെ കുട്ടികൾ അധ്യാപകർ പറയുന്നത് മാത്രം കേട്ടിട്ട് പഠിക്കരുത്. അധ്യാപകർ കേട്ടത് മാത്രം, അവർക്കറിയുന്നത് മാത്രം പഠിച്ചിരുന്നുവെങ്കിൽ ലോകം തുടങ്ങിയെടുത്ത് നിൽക്കുന്നുണ്ടാവും. ചോദ്യം ചെയ്യുമ്പോഴാണ് ഉദ്ദാലകാരുണി ശ്വേതകേതു സംവാദം ഛാന്ദാഗ്യോപനിഷത്ത്. ഉദ്ദാലകാരുണി മഹാപണ്ഡിതനാ, പുത്രൻ ശ്വേതകേതു പ്രവാഹട കൈവല്യൻ്റെ അടുത്ത് വിദ്യാഭ്യാസം പൂർത്തിയാക്കി തിരിച്ചു വന്നപ്പോൾ ശ്വേതകേതു ചോദിച്ച ചോദ്യമാണ് പിതാവിനോട്: ഞാൻ എവിടുന്നാ വന്ന്, ഞാൻ എങ്ങോട്ടാ പോകുന്നത്, ഞാൻ ആരാണ്, എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ, വിളക്കുമരമേ വെളിച്ചമുണ്ടോ. അശ്വമേധ നാടകത്തിൽ കുഷ്ഠരോഗി ഈ പാട്ട് പാടുന്നത് കേട്ടിട്ട് നാടകം കണ്ടവരെല്ലാം വിചാരിച്ച ദർശനം. ആ ദർശനിക ദർശനത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോയതാ നമുക്ക് പറ്റിയ അബദ്ധം. മനസ്സിലായോ? ഓരോ പാട്ടിലും അതിലൊരു ആന്തരിക ദർശനമുണ്ട്. ഉപരിപ്ലവമായ സംഗീതം പോരാ, ആന്തരിക ദർശനം സഹിതമാക്കിയാലേ പാട്ടിന് ആത്മാവുണ്ടാവൂ. അല്ലെങ്കിൽ പാട്ടില്ലാതാവുമ്പോൾ അസദാണ്. പാട്ടുകളെല്ലാം അസദാണ്. അത് സദ്ദാവണമെങ്കിൽ സംഗീതമഭി സാഹിത്യം സരസ്വത്യാസ്തനദ്വയം, ഈ 2 മൂലകളും വേണം. അല്ലാതെ സാഹിത്യം എന്ന മുല മുറിച്ചു മാറ്റിയാൽ ഒറ്റമുലച്ചി എന്ന മറുതയുണ്ടാവും. തൃശ്ശൂർക്കാരുണ്ട് ഇവിടെ. തൃശ്ശൂർ ഒരു മറുതയുണ്ട്, ഒറ്റമുലച്ചി. സാറാ ജോസഫിൻ്റെ നോവൽ വായിച്ചിട്ടുണ്ടോ? ആലാഹിയുടെ പെൺമക്കൾ. അതിലുണ്ട് തങ്കമണി കുട്ടിക്കയറ്റത്തിൽ പണ്ട് അരിക്ക് ക്ഷാമുള്ള കാലത്ത് അരി വാങ്ങാൻ വേണ്ടിയിട്ട് കോന്നിമേശ്രീൻ്റെ പറമ്പിലൂടെ പോകുമ്പോൾ കോച്ചാത്തി പറയുന്നുണ്ട്, അതിലെ പോണ്ട, അവിടെ ഒറ്റമുലച്ചിയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മറുതയാണ്, ഒരു മുല മാത്രമുള്ളത്. നമ്മുടെ സരസ്വതിയെ സാഹിത്യമില്ലാതെ സംഗീതം മാത്രമാക്കിയിട്ട് ഒറ്റമുലച്ചിയാക്കുന്നു. സാഹിത്യമാത്തിൽ നിന്നാണ് ദൈവത്തെ കിട്ടിയത്. ശ്രീരാമകവിയുടെ ഇരാമചരിതം പാട്ടില്ലായിരുന്നുവെങ്കിൽ മലയാളിക്ക് രാമൻ എന്ന ദൈവത്തെ അറിയില്ലായിരുന്നു. കൃഷ്ണപ്പാട്ടില്ലായിരുന്നുവെങ്കിൽ കൃഷ്ണൻ എന്ന ദൈവത്തെ അറിയില്ലായിരുന്നു. ചെറുശ്ശേരിയുടെ പാട്ടില്ലായിരുന്നുവെങ്കിൽ. എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടുകൾ അല്ലേ, കിളിപ്പാട്ടുകളാണ്. നമ്മുടെ ദൈവത്തിൻ്റെ ചിത്രങ്ങൾ പറഞ്ഞു തന്നാരാ? ഇങ്ങനെയാണ് ദൈവം, കൃഷ്ണൻ ഇങ്ങനെയാണെന്ന് ആരാ പറഞ്ഞു തന്നത്? കൃഷ്ണൻ സെൽഫി എടുത്തയച്ചോ? ശ്രീരാമൻ സെൽഫി എടുത്തയച്ചോ? ഇല്ലല്ലോ. എങ്ങനെയാണ് കൃഷ്ണനെയും രാമനെയും നമ്മൾ അറിഞ്ഞത്? നിരന്ന പീലികൾ നിരക്കവേ കുത്തി നറുകയിൽ കൂട്ടി തിറമൊടു കെട്ടി കരിമുകിലൊത്ത ചിഗൂരഭാരവും മണികൾ മിന്നുന്ന മണിക്കിരീടവും. ഒരുപാടുണ്ടാവും, ഞാൻ മുഴുവൻ ചൊല്ലുന്നില്ല. അത് വായിച്ചു നോക്കൂ. മഹാഭാരതം കർണപർവം. പാർത്ഥസാരഥിയായി തേര് തെളിക്കുന്ന കൃഷ്ണനെ വർണ്ണിക്കുക. അതാണ്. അത് വായിക്കുമ്പോൾ മനസ്സിൽ രൂപം വരും. ആ രൂപം കല്ലിലും മരത്തിലും കൊത്തിയുണ്ടാക്കിയാൽ ശില്പികളുടെ കലയാണ്.
നിറങ്ങൾ കൊണ്ട് വരച്ചുണ്ടാക്കിയാൽ ചിത്രകാരൻ്റെ കലയാണ് ദൈവമായി മാറിയത്. അല്ലേ? ദൈവം അങ്ങനെയല്ലേ? അതിനു മുമ്പ് നമുക്ക് എങ്ങനെയാ ദൈവം എന്ന് അറിയില്ലല്ലോ. അപ്പം പാട്ടില്ലേ? പാട്ടില്ലെങ്കിൽ, സാഹിത്യമില്ലെങ്കിൽ നമുക്ക് ദൈവമുണ്ടോ? അതുകൊണ്ട് മലയാളികൾ വായനയ്ക്ക് വേണ്ടി ഒരു മാസം നീക്കി വെച്ചു, രാമായണ പാരായണം. പക്ഷെ എന്താ കുഴപ്പം? കർക്കടകം 31 ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാന്ഡം സമാപ്തം എന്ന് പറഞ്ഞ് പൂട്ടിയാൽ പിന്നെ അടുത്ത 11 മാസം ഒരു അക്ഷരം വായിക്കില്ല. ഇതുമാത്രം വായിക്കും. അതിൻ്റെ ആന്തരികമായ അർത്ഥം ഉൾക്കൊള്ളുവോ? അതിലെന്തെല്ലാം രസകരമായ അർത്ഥമുണ്ടെന്നറിയോ? അർത്ഥങ്ങൾ ഈ കോവിഡ് കാലത്ത് ഞാൻ ഫേസ്ബുക്കിൽ 31 ദിവസം 31 പ്രഭാഷണം, രാമായണ പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണം ഇപ്പോൾ പ്രിൻറ്റിങ്ങിലാണ്, പുസ്തകമായിട്ട് ഇറക്കാൻ പോവുക. 31 ദിവസം 31 ആ കോവിഡ് കാലത്ത് ഈ കഴിഞ്ഞ കൊല്ലം അത് ഞാൻ എഴുതി കൊടുത്തതിന് ശേഷം കഴിഞ്ഞ കൊല്ലം കോവിഡ് ഇല്ലാത്ത കാലത്ത് രാമായണം വായിച്ചു നോക്കുമ്പോൾ അതുപോലത്തെ 31 വേറെയും കിട്ടി. രണ്ടാമത്തെ വേറെ പുസ്തകം എഴുതേണ്ട അവസ്ഥയായി. ഓരോ വായനക്കും പുതിയത് കിളന്നു വരികയാണ്. എത്രയാണ് അതിൻ്റെ അകത്ത് ആന്തരികാർത്ഥങ്ങൾ? രാമായണം വായിച്ചിട്ട് കരഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? ഇങ്ങനെ പ്രാർത്ഥിക്കുക മാത്രമാണോ? ഞാൻ രാമായണം വായിച്ചിട്ട് കരഞ്ഞിട്ടുണ്ട്. രാമൻ സീതയെ മോചിപ്പിച്ചതിന് ശേഷം, രാവണവധത്തിന് ശേഷം തിരിച്ചു കൊട്ടാരത്തിലെത്തിയിട്ട് ആരും കാണാതെ അന്തഃപുരത്തിൽ പോകുന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? രാമൻ കാട്ടിലേക്ക് പോകുമ്പോൾ കൂടെ സീതയുണ്ടല്ലോ. രാമനും സീതയ്ക്കും കാടായിരുന്നു ഹണിമൂൺ. എത്ര സുഖമായിരുന്നു! കൊട്ടാരമായിരുന്നു രാമനും സീതയ്ക്കും ഏറ്റവും പാരകൾ, അല്ലേ? കൊട്ടാരത്തിൽ പാര വെച്ചിട്ട് പുറത്താക്കിയതല്ലേ? തിരിച്ചു വന്നപ്പോൾ വീണ്ടും പാരയായില്ലേ? എന്നാൽ കാട്, കാനനത്തിൽ ശരത്കാല ചാരുഭംഗികൾ നോക്കിയും കായും കനികളും പൂവും തളിരും തേടിയോടിയും ഓമൽ ചിത്രാംബരം കാറ്റിൽ പാറിച്ചും ഹന്തസുന്ദരി ഉല്ലസിച്ചാളങ്ങുമണ്ടും ഒരു പൂമ്പാറ്റ പോലവൾ. അങ്ങനെ നടന്നതിൻ്റെ കാരണം എന്താ? ഈ രാമനും സീതയ്ക്കും സുഖമായി ജീവിക്കാൻ കാരണം വില്ലും കുഴിയെ കുലച്ച് കാവൽ നിൽക്കുന്ന ലക്ഷ്മണൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. രാമൻ്റെ കൂടെ സീതയുണ്ട്, പക്ഷെ ലക്ഷ്മണൻ്റെ കൂടെ ഉർമിളയില്ല. ആ ഉർമിള 14 സംവത്സരം ഭർത്താവ് ഉണ്ടോ ഉറങ്ങിയോ രാക്ഷസന്മാർ പിടിച്ചു തിന്നോ മൃഗങ്ങളുടെ വായിൽപ്പെട്ട ഒന്നും അറിയില്ല. ഗൾഫ് പോയാൽ പിറ്റേന്ന് തന്നെ വാട്സപ്പ് കോൾ ചെയ്തില്ലേ പ്രശ്നമല്ലേ? ഡെയിലി ഒരു നേരം വിളിക്കണ്ടേ? എന്താ സംഭവിക്കുന്നറിയണ്ടേ? ഒന്നും അറിയാതെ 14 കൊല്ലം ഭർത്താവിൻ്റെ മാതാക്കളെയും പരിരക്ഷിച്ച് ജീവിച്ച ഉർമിളയുടെ മഹാത്യാഗമാണ് രാമൻ്റെ വിജയത്തിൻ്റെ ശക്തി. അതുകൊണ്ട് രാമൻ രാത്രിയിൽ ആ ഉർമിളയുടെ, ഉറങ്ങിക്കിടക്കുന്ന ഉർമിളയുടെ പാദം സ്പർശിച്ചിട്ട് കരയുന്നുണ്ട്. പ്രിയപ്പെട്ട അനുജത്തി, നിന്റെ ജീവിതത്തിൻ്റെ മഹാത്യാഗമാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്ന രാമൻ കരയുന്ന രംഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ കാണണം. അല്ലാതെ വെറുതെ ഇങ്ങനെ ഉപരിപ്ലവമായിട്ട് രാമ 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 രാം ജപിച്ചിട്ട് പോക്കല്ല. ഇതിൻ്റെ ഉള്ളറിയണം, അതിൻ്റെ ഉള്ളിലെ മഹത്വം അറിയണം. അപ്പോൾ അങ്ങനെ രാമായണ പാരായണം, അതാ വായന വേണം. അപ്പോൾ 28-ാമത്തെ ദിവസത്തെ നമ്മൾ പറഞ്ഞ് 28-ാമത്തെ ദിവസം ഒരു കുട്ടിക്ക് പേര് വിളിക്കുന്നു, പാല് കൊടുക്കുന്നു, അരയിൽ ഒരു നൂലും കെട്ടുന്നു. എന്താ നൂല് കെട്ടുന്നത്? എന്തിനാ നൂല് കെട്ടുന്നത്? ഞാൻ പല സ്വാമിമാരോടും ചോദിച്ചു, പല സ്ഥലത്ത് ആധ്യാത്മിക പ്രഭാഷകന്മാരോട് ചോദിച്ചു, ആരും മറുപടി പറഞ്ഞില്ല. പാട്യം പഞ്ചായത്ത് വയോജന സംഗമത്തിൽ ഈ ചോദ്യം ചോദിച്ചു. റിട്ടയർഡായ സാവിത്രി ടീച്ചർ പറഞ്ഞു, ആരും ഉത്തരം പറഞ്ഞില്ലല്ലോ. ഇല്ല, എന്നാൽ എനിക്കിപ്പോൾ തോന്നിയൊരു ഉത്തരം പറഞ്ഞു തരട്ടെ. പറഞ്ഞു, കുട്ടീനെ ഗർഭം ധരിക്കുന്ന ആരാ? അമ്മ മാത്രമല്ലേ? പ്രസവിക്കുന്നതും അമ്മ, മുലയൂട്ടുന്നതും അമ്മ, എല്ലാം ചെയ്യുന്നത് അമ്മ മാത്രം. പക്ഷെ കുട്ടി അമ്മേൻ്റെ മാത്രമല്ലല്ലോ, അച്ഛനും കൂടി അവകാശപ്പെട്ടതല്ലേ? അപ്പം അച്ഛനൊരു പരാതി വേണ്ടാന്ന് വിചാരിച്ചിട്ട് 28-ാമത്തെ ദിവസം കുട്ടിയെ പാർട്ടീഷൻ ചെയ്ത് 2ആക്കി നടുക്കൊരതിരിടുന്ന, പകുതി അച്ഛന് പകുതി അമ്മക്ക്. ആ ടീച്ചർ പറഞ്ഞു തന്നു കേട്ടോ. ആണോ? അല്ല. നല്ല രസമുള്ള ഉത്തരം, നല്ല രസമുള്ള ഉത്തരം. പക്ഷേ ഈ അരയിൽ കെട്ടുന്നത് എന്താ? ഈ ചരടിൻ്റെ പ്രത്യേകത നിങ്ങൾ അറിയണം. നിങ്ങൾ പാടുന്ന പാട്ടുകൾ നിങ്ങൾ ഉണ്ടാക്കിയ പാട്ടല്ലല്ലോ. ത്യാഗരാജനും ദീക്ഷിതരും തപസ്സു ചെയ്തുണർത്തിയ സംഗമമോഹിനി സ്വാതി തിരുനാളിൻ എത്രയെത്ര സാഹിത്യകാരന്മാർ, എത്രയെത്ര സംഗീത വിദ്വാൻമാർ തന്നതാണ്. അവർ പിരിച്ചതിൻ്റെ ബാക്കിയല്ലേ നമ്മൾ പിരിക്കുന്നേ? അപ്പം സംസ്കാരം എന്ന് പറയുന്നത് ഒരു ചരടല്ലേ? നമ്മുടെ ജീവിതം ഒരു ചരടാണ്, ഒരു രേഖാഖണ്ഡമല്ല, ഒരു രേഖയാണത്.
അപ്പം മനുഷ്യജീവിതത്തിൻ്റെ സാംസ്കാരിക ചരട് കൊണ്ട് ശരീരത്തെ പിടിച്ച് കെട്ടുക, നിന്റെ മനസ്സിൻ്റെ ഭാവനകൾ ഉണർത്തുക. ശരീരം വളർത്തലല്ല അച്ഛൻ്റെ അമ്മേൻ്റെ ജോലി, ശരീരത്തെ നിയന്ത്രിക്കുക, മനസ്സിനെ കെട്ടഴിച്ചു വിടുക. ആ മനസ്സിനെ കെട്ടഴിച്ചു വിടുക. ആ മനസ്സ് വളർത്താൻ ഓരോ ദിവസവും എന്തു പറഞ്ഞു? സഹ അവവധൂ. മനസ്സിലായോ? ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാറുണ്ടോ ലോകത്തെ പറ്റിയിട്ട്? മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂവിനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടോ? ഒരു പൂമ്പാറ്റയെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടോ? രാവിലെ ഉണർന്നാൽ മുന്നിലത്തെ വാതിൽ തുറക്കാറുണ്ടോ? വീട്ടിൻ്റെ അകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദനമല്ലേ നമ്മളെ പണി? ഓക്സിജൻ വലിച്ച് കയറ്റിയിട്ട് ജനറേറ്ററിൻ്റെ ചില ആൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുക. അതിനെ ഡിസ്പോസ് ചെയ്യാൻ പ്രകൃതി ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന ഓക്സിജനെ വീട്ടിൻ്റെ അകത്തേക്ക് ക്ഷണിച്ച് ആ മുറ്റത്തേക്കൊന്ന് ഇറങ്ങി ഒരു 10 മിനിറ്റ് നേരം കുട്ടികളോടൊത്ത് വരാന്തയിലും മുറ്റത്തും ചെലവഴിക്കാൻ തയ്യാറാവുക. ഉള്ള വരാന്ത, നിങ്ങൾക്ക് ഇവിടെ വരാന്തെന്ന് ചോദിക്കും, ഉള്ള വരാന്തയിലൊന്ന് ചെലവഴിക്കുക. എന്നിട്ട് ഈ ലോകത്തെ പറ്റി ചർച്ച ചെയ്യുക. ആകാശത്തെ കിളികളെ പറ്റിയിട്ട് രാത്രിയിൽ നിങ്ങൾക്ക് ഇവിടെ ഫ്ലാറ്റുകളില്ലേ, ആ ഫ്ലാറ്റിൻ്റെ മേലെ കയറിയിട്ട് ഒരു പായം വിരിച്ചിട്ട് കുട്ടികളെയും കൂട്ടി മലർന്ന് കിടന്നിട്ട് ആകാശത്തു കൂടെ സഞ്ചരിക്കുന്ന ധൂമകേതുക്കളെയും നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും നോക്കുക. ആ ചന്ദ്രനെ മാത്രമായിരുന്നു പണ്ടത്തെ ഫേസ്ബുക്ക്. എന്താ? കാമുകനും കാമുകി ഒരേ സമയത്ത് കാണുന്ന വാട്സപ്പും ഫേസ്ബുക്കും വന്നപ്പോഴല്ലേ പ്രേമം എക്സ്പ്ലോർ ചെയ്യപ്പെട്ടത്. ഇപ്പോൾ കാരണം എളുപ്പത്തിൽ ആരെയും പ്രേമിക്കാലോ. ഒരു പണി പണ്ട് കത്തയച്ച് പുസ്തകത്തിൻ്റെ ഉള്ളിൽ വെച്ച് ഇത് കൊണ്ട കൊടുക്കണ്ടല്ലേ അല്ലേ? ഇത് കൊടുത്താൽ മാഷ് വിളിക്കുള്ളൂ, എന്താ മറുപടി പറയുക, എല്ലാം ഒരു പ്രശ്നമില്ലല്ലോ. ഹായ്, ഒറ്റ പണി ഹായ് എന്ന് പറഞ്ഞാൽ എനിക്ക് കേസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവളെ മനസ്സറിയാൻ ഒരു ഹായ്, അപ്പോൾ തിരിച്ചിങ്ങോട്ട് ഹായ് കിട്ടിയെങ്കിൽ തയ്യായി, കണക്ഷനായി അല്ലേ? അപ്പോൾ ഒരു സ്നേഹത്തിൻ്റെ ചിഹ്നം, ആ ചിഹ്നത്തിന് ദേഷ്യത്തിൻ്റെ ചിഹ്നം കിട്ടിയെങ്കിൽ അവിടെ ഫുൾ സ്റ്റോപ്പ് അല്ല. അപ്പോൾ എത്ര പെട്ടെന്ന് പ്രേമിക്കുകയാണ്, എട്ടെന്ന് പ്രേമിക്കുക. പണ്ട് പൂർണ്ണേന്ദു മുഖിയോടമ്പത്തിൽ വച്ച് പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു, കൺമണി അതു കേട്ടു നാണിച്ചു കാൽനഖം കൊണ്ടൊരു വരച്ചു. ഇത്രയേ കിട്ടൂ. കാൽനഖം കൊണ്ടൊരു വരക്കും. ഇന്ന് കാൽനഖം കൊണ്ട് വരക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇന്ന് ലോകത്തിലുണ്ടോ? അല്ലേ? പണ്ടിങ്ങനെ വരക്കും. ആ വരയാണ് ക്ലിയറാണ്. ഇന്നൊരു ഹായ് കൊണ്ട് എത്ര വേഗമാണ്. അപ്പോൾ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ പണ്ട് ചന്ദ്രക്കലയെ നോക്കിയിട്ട് കാമുകനും കാമുകിക്കും ഒരേ സമയത്ത് ചന്ദ്രക്കലയെ നോക്കിയിരിക്കുക. പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. അവളെ വിളിച്ചിട്ട് എന്താ പറഞ്ഞേ? പാട്ടുപാടാൻ നോക്കുന്ന, അല്ലാതെ റൂം എടുക്കാന്നല്ല, നാട് വിടാന്നല്ല. പാട്ടുകാരൻ നാളെയുടെ ഗാട്ടുകാരനല്ലേ. നിങ്ങളുടെ ഈ ഗ്രൂപ്പിന്റെ പ്രസക്തി അതാണ്. നാളെയുടെ ഗാട്ടുകാരൻ. എന്താ ഈ ഗാട്ടുകാരൊന്നുമല്ല, ഗാഡാൻ. ഭാവിയുടെ സുരക്ഷാഭടന്മാർ പാട്ടുപാടുന്നവരാണ്, ഭാവിയുടെ സുരക്ഷാഭടന്മാർ. അതുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിന് വലിയ കരുത്തുണ്ട്. മനസ്സിലായോ? നിങ്ങൾ ഭാവിയുടെ സുരക്ഷാഭടന്മാരാണ്. പാട്ടുകാരൻ നാളെയുടെ ഗാട്ടുകാരാണ്. അതാണ് അത്തരത്തിൽ പാട്ടുപാടുന്ന. അപ്പോൾ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ നോക്കുക, വിമാനങ്ങളെ നോക്കുക. ഈ ഗ്ലോബ് വെച്ചിട്ട് ചർച്ച ചെയ്യുക. അവൻ്റെ മനസ്സ് വികസിക്കട്ടെ. ഗ്ലോബ് വെക്കുക. ഇതാ അമേരിക്ക, ഇവിടെ അങ്ങനെ ആലോചിക്കുക അല്ലേ? ഞാനിപ്പോൾ 8 ദിവസമായി വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട്. ഞാൻ ഇന്ത്യയുടെ കിഴക്കേ ഭാഗത്തെ തലക്കായായിരുന്നു കഴിഞ്ഞ 6 ദിവസം. അന്തമാൻ നിക്കോബാർ ദ്വീപിലായിരുന്നു. 6 ദിവസമായിട്ട് അവിടെയായിരുന്നു. അവിടുത്തെ കടലും അവിടുത്തെ സെല്ലുലാർ ജയിലും അവിടുത്തെ അതിമനോഹരമായ ഗുഹകളും അതിമനോഹരമായ ലൈംസ്റ്റോൺ ഗുഹകളുണ്ട്. അതൊക്കെ കണ്ടിട്ട് അവിടുന്ന് നേരെയാണ് ഇങ്ങോട്ട് വരുന്നത്. വീട്ടിൽ പോയിട്ടില്ല. നമ്മൾ ഈ പ്രപഞ്ചത്തോളം കുട്ടികൾ വളരണം, അവരെ ഗ്ലോബ് വെച്ചിട്ട് വർത്തമാനം പറയണം. അത്തരത്തിൽ നല്ല ഡിസ്കഷൻ നടത്തണം. അല്ലാതെ ഭക്ഷണം പുഴുങ്ങിയിട്ട് കൊടുത്താൽ പോരാ. അവരുടെ മനസ്സിനെ എക്സ്പ്ലോർ ചെയ്യൂ, ശരീരത്തെ കൺട്രോൾ ചെയ്യൂ. അപ്പോൾ മനസ്സിങ്ങനെ വളരും. ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾ കേട്ട കഥ ഏതാണെന്നറിയാവോ? ലോകത്തിൽ ആ കഥ കേൾക്കാത്ത ഒരു സ്കൂളും ഇല്ല ഈ ലോകത്തിൽ. എല്ലാ രാജ്യത്തെ കുട്ടികളും ആ കഥ കേട്ടിട്ടുണ്ട്. ആമയും മുയലും പന്തയം വെച്ച കഥ അല്ലേ? ആമയും മുയലും പന്തയം വെച്ചു. മുയൽ കുതിച്ചു ചാടി അങ്ങോട്ടെത്തി. ആമ വളരെ പിറകിലാണ്. ഒരു ഉറങ്ങാൻ സമയമുണ്ട്. ഉറങ്ങി. ഉറക്ക് തെളിയുമ്പോഴേക്ക് ആമ പോയിട്ട് സമ്മാനം വാങ്ങി. എന്നിട്ട് അധ്യാപകർ പറയും, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ
പരാജയപ്പെടും, തീർന്നു. പക്ഷേ നമുക്ക് പുതിയ കഥ എഴുതാം. ആമ ശരീരമാ, മനസ്സ് മുയലാണ്. ശരീരം മെല്ലെയല്ലേ വളരൂ. ഒരു പശുവിൻ്റെ ശരീരവും താരതമ്യം ചെയ്താൽ പശുക്കുട്ടി പ്രസവിച്ച അരമണിക്കൂർ കൊണ്ട് എഴുന്നേറ്റോളൂ. നമ്മളെ കുട്ടി ഒന്ന് പിച്ച വെച്ച് നടക്കാൻ എത്ര കാലം? ഒന്ന് ദോശ മറിച്ചിടാൻ 6 മാസമാവും, കുമ്പിടാൻ 6 മാസമാവില്ലേ? LKG അംഗനവാടി പോകുമ്പോൾ 3 വയസ്സാവും. 3-ാമത്തെ വയസ്സിൽ പശു മുലയൂട്ടുന്ന അമ്മയാണ്. നമ്മളെ കുട്ടി എത്ര മെല്ലെയാണ് ശരീരം വളരുന്നത്. പക്ഷെ മനസ്സോ, കുട്ടികളുടെ മനസ്സ്, എനിക്ക് ആ ചെറിയ മോനെ ഇവിടുന്ന് പാട്ട് പാടുന്ന കേട്ടില്ല. എത്ര ലാഘവത്തോടു കൂടി ഞാൻ പാടിയേ. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന 8-ാം ക്ലാസ്സിൽ 9-ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു പാട്ട് പാടാൻ പറഞ്ഞാലുണ്ടല്ലോ, ഞങ്ങളെ വിളിച്ചാൽ പ്ലാസ്റ്റിക് സഞ്ചി അടുപ്പിലിട്ട പോലെ അയ്യോ ഞങ്ങൾക്കാവില്ലെന്ന് പറഞ്ഞ് പറകൊട്ട് ചുളുങ്ങി പോകും അല്ലേ, പേടിച്ച് നാണിച്ച് കളിക്കും. ഇന്ന് ആ കുട്ടി മോനെ പോയോ? ഇവിടെ ഉണ്ടോ അല്ലേ? എത്ര എനർജറ്റിക് ആയിട്ടാണ്. ഇവിടെ ഉണ്ടോ? പോയോ? എത്ര എനർജറ്റിക് ആയിട്ട് അവൻ പാടിയത്. എനിക്കൊരു അത്ഭുതം തോന്നി. ഇന്ന കുട്ടികൾ നമ്മുടെ 10 ഇരട്ടി ബുദ്ധിയുണ്ട്. എന്തൊരു എനർജറ്റിക്. മൊയലി പോലെ മനസ്സ് കുതിച്ചോടും, ശരീരം ആമയെപ്പോലെ മെല്ലെ മെല്ലെ വളരും. പക്ഷേ ഒരു നിശ്ചിത പ്രായത്തുമ്പോൾ മനസ്സങ്ങ് കിടന്നുറങ്ങും, മുയൽ കിടന്നുറങ്ങും. എപ്പോ? 200 പൗർണമി ചന്ദ്രികകൾ, 200 പൊന്നരയന്നങ്ങൾ, കുളിരുമായി നിന്റെ കൗമാരത്തിൻ്റെ കിളിവാതിൽ കിരുകീരെ തുറന്നു നോക്കി. കേട്ടിട്ടുണ്ടോ യേശുദാസിൻ്റെ പാട്ട്? 84 വയസ്സ് തികയുന്ന ദിവസം, 1000 പൂർണ്ണയന്ത്രന്മാരെ കാണുന്ന ദിവസം ഞാൻ എഴുതിയ ലേഖനത്തിൻ്റെ പേര് 200-ൽ നിന്ന് 1000 പൂർണ്ണയന്ത്രന്മാരിലെത്തിയ ഗാനധാര എന്ന് പറഞ്ഞിട്ടാണ്. എന്താ 1000 പൂർണ്ണയന്ത്രന്മാരെ കാണുന്നത് 84 വയസ്സ്, 200 പൂർണ്ണയന്ത്രന്മാരെ കാണുന്നത് കൗമാരത്തിൻ്റെ കിളിവാതിൽ കിരീരെ തുറക്കുമ്പോൾ 16 വയസ്സാവും 200 പൂർണ്ണയന്ത്രന്മാരെ കാണുമ്പോൾ. വെറുതെ 200 എന്ന് പറഞ്ഞല്ല കേട്ടോ. 200-ൻ്റെ കണക്ക് മനസ്സിലായോ? 16 വയസ്സ് കഴിഞ്ഞ് മധുര 17കാരിയാവും അല്ലേ? മധുര 17കാരിയാവും. എപ്പോൾ? യേശുദാസ് ആ പാട്ട് പാടുന്ന കാലത്ത്. ഇപ്പം അതല്ല. ഇപ്പം കൗമാരം തുടങ്ങുന്നത് 12-ലും 13-ലും. 200-ഒന്നും എത്തുന്നില്ല. 150-ഉം 120-ലും കൗമാരം തുടങ്ങുന്നില്ലേ? കാരണം അന്നത്തെ ഭക്ഷണവും ഇന്നത്തെ ഭക്ഷണവും വ്യത്യാസമില്ലേ? യേശുദാസിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഞങ്ങളോടൊക്കെ എന്താ മോനെ ഉച്ചക്ക് കറി ചക്കക്കുരുവും വെള്ളരിക്കും ഓലെ, രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു ഓലെ. ഇതിനെ കൊണ്ട് എന്തോ ഹോർമോൺ ഉണ്ടാവാനാ? ഇന്നേതാ ഭക്ഷണം? നമുക്കെല്ലാം ഒരുപാട് പേരുണ്ട്, പക്ഷെ മരിച്ചാൽ ഒരു പേരേ ഉള്ളൂ നമുക്ക്, ശവം, മയ്യത്ത്. എന്നാൽ കോഴിക്ക് മരിക്കുന്നത് വരെ ഒരു പേരേ ഉള്ളൂ. മരിച്ചാൽ എന്തെല്ലാം പേരാ? ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, എത്ര പേരില്ല ചിക്കൻ. ഇത് മുഴുവൻ കഴിച്ചിട്ട് കുട്ടികളുടെ ഉള്ളിലെങ്ങ് ഉണരുകയല്ലേ ആര്? ചെമ്പകപ്പൂ മൊട്ടിനുള്ളിൽ വസന്തം വന്നു, കരളിലെ ഇളം കൊമ്പിൽ ചന്ദനക്കിളി അടക്കം ചൊല്ലി. നമ്മുടെ കൈതപ്ര ദാമോദരൻ നമ്പൂതിരിക്ക് ഒരു അവാർഡ് കൊടുക്കുന്ന ചടങ്ങിൽ കൂത്തുപറമ്പിൽ അയാൾ ഇരുത്തിക്കൊണ്ട് ഈ പാട്ടിൻ്റെ മനഃശാസ്ത്ര പശ്ചാത്തലത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചിട്ട് അദ്ദേഹം എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ പാട്ട് എന്ന് സ്വന്തം ജാനകിക്കുട്ടിക്ക് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ചന്ദനക്കിളി അടക്കം ചൊല്ലാൻ തുടങ്ങുക നേരത്തെ. 12 വയസ്സിൽ പ്രേമക്കത്ത് എഴുതുക കുട്ടികൾ അല്ലേ? അതാണ് അവരുടെ ഉള്ളിൽ പുതിയൊരാൾ. അതൊരു തെറ്റാണോ? പ്രകൃതിക്കറിയില്ലല്ലോ. മനുഷ്യന് 18 വയസ്സായാലേ പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാവൂ, 21 വയസ്സായാൽ മാത്രമേ ആൺകുട്ടിക്ക് കല്യാണം കഴിക്കാവൂ. അത് ലംഘിച്ചാൽ പിന്നൽ കോഡ് പ്രകാരം തെറ്റാണെന്ന് ശരീരത്തിന് അറിയില്ലല്ലോ. ശരീരം ഒരു അവസരം കിട്ടുമ്പോൾ പുഷ്പിക്കാൻ തുടങ്ങും. ആ പുഷ്പിക്കാൻ തുടങ്ങുമ്പോൾ ശരീരം മനസ്സിനെ ഓവർടേക്ക് ചെയ്യും. വേണ്ട നാട്ടുകാർ വേണ്ട, നാടിൻ്റെ മര്യാദ വേണ്ട, അതെല്ലാം മനസ്സിനല്ലേ. അതങ്ങ് കിടന്നുറങ്ങും. ശരീരം ആമ പോവും. ആമ പോയി ട്രോഫി വാങ്ങിയിട്ട് വരും. 2 കൊല്ലം കഴിഞ്ഞാൽ ട്രോഫി എടുത്തിട്ട് വരും. അമ്മയെ പറ്റിപ്പോയി അവൻ മഹാപോക്കാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല ട്രോഫിയും കൊണ്ട് വരുന്നത്. മനസ്സിലായോ? ഈ മനസ്സ് കിടന്നുറങ്ങാൻ അനുവദിക്കാതിരിക്കാൻ ആ കുട്ടിയുടെ മനസ്സിന് കൊടുക്കേണ്ടത് എന്താണ്? നിങ്ങൾ അവന് ശരീരത്തിന് ഭക്ഷണം കൊടുത്താൽ പോരാ, അവൻ്റെ മനസ്സിന് അവൻ്റെ സ്കൂളുകളിലെ പാഠപുസ്തകങ്ങൾ കൊടുത്താൽ പോരാ. പാഠപുസ്തകങ്ങൾ മാർക്കാണ്, പക്ഷെ അതൊരിക്കലും അവവധുയാവുന്നുള്ളൂ, സഹനവും ഭുനക്തുവാവുന്നില്ല. എന്താണ് ഇത് തമ്മിൽ വ്യത്യാസം? കുട്ടികളെല്ലാം പഠിക്കുന്നുണ്ട്, നല്ല ബുദ്ധിയാണ്, നല്ല മാർക്കാണ്. നമ്മുടെ 10 ഇരട്ടി ബുദ്ധി കുട്ടികൾക്കുണ്ട്, പക്ഷെ അതൊന്നും തന്നെ തൻ്റെ ജീവിതവുമായി കണക്ട് ചെയ്ത് പഠിക്കുന്നില്ല. ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ A + B² = A² + 2AB + B².
എന്ന് ബൈഹാർട്ട് പഠിക്കാത്തതിൻ്റെ പേരിൽ 100 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിച്ചിട്ടുണ്ട്. 100 പ്രാവശ്യം ഇത് എഴുതുക എന്ന് പറഞ്ഞാൽ എന്തൊരു നരകമാണപ്പോൾ. A+B² എന്നത് അങ്ങോട്ട് പോയിട്ട് പിന്നെ ഈ ഇങ്ങോട്ട് വരണം. ഞങ്ങളതിന് എന്ത് സൂത്രം കൊണ്ടു എന്ന് കുത്തനെ എഴുതും 100 പ്രാവശ്യം, എന്നിട്ട് പ്ലസ് ഇടും 100 പ്രാവശ്യം, എന്നാലും ഒന്നിച്ചെഴുതി പഠിക്കില്ല. കാരണം ഇത് എന്തിനാ പഠിക്കുന്ന ഒരു പിടിയില്ല. എന്നാൽ ഈ കഴിഞ്ഞ കൊല്ലം 39 വർഷത്തിന് ശേഷം അതിൻ്റെ അർത്ഥം എനിക്ക് പിടികിട്ടി. ഞാൻ പഠിച്ച സ്കൂളിൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളാണ്. പള്ളിയിൽ അച്ഛൻ്റെ വിചാരം ആൺകുട്ടിയും പെൺകുട്ടിയും അടുത്തിരുന്ന പെൺകുട്ടി ഉടനെ ഗർഭിണിയായി പോകുന്ന പീടിയായിക്ക്. അതുകൊണ്ട് പെൺകുട്ടികളുടെ ക്ലാസ് വേറെ, ആൺകുട്ടികളുടെ ക്ലാസ് വേറെ. അങ്ങോട്ട് നോക്കിയും അടി കിട്ടും, അങ്ങോട്ട് നോക്കിയും കടി കിട്ടും, ഇങ്ങോട്ട് നോക്കിയും കടി കിട്ടും. അപ്പോൾ ഭയങ്കര പ്രശ്നം, ഭയങ്കര പ്രശ്നം. ഞങ്ങൾ പെൺകുട്ടികളെ ആരും ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങളെ ആരും അവരും കണ്ടിട്ടില്ല. ഇപ്പോൾ റീയൂണിയൻ വെച്ചപ്പോൾ ഞങ്ങൾ എയും അവർ ബിയും ആയിട്ട് മേറുതിരുന്നിരുന്നത് ഹോൾ² ആയിട്ട് നോക്കുമ്പോൾ ഒരു ഭാഗത്ത് A², മറ്റേ ഭാഗത്ത് 2AB, ഇപ്പുറത്തെ B². അതിൻ്റെ അർത്ഥം ഇപ്പം പിടികിട്ടിയേ, മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതവുമായി കണക്ട് ചെയ്യണമെങ്കിൽ സഹ അവവതു പോരാ, സഹനവും ഭുനക്തു, ചവച്ചരഞ്ഞ് സ്വന്തം ഉമിനീര് ചേർത്ത് സ്വന്തം അനുഭവങ്ങൾ ചേർത്തിട്ട് പഠിക്കണം. അല്ലാതെ വെറുതെ ഉപരിപ്ലവമായി കമിഴ്ത്തി വെച്ച പാത്രത്തിൽ ഒഴിച്ച വെള്ളം പോലെ ആയി പോകരുത്. സഹനവും ഭുനക്തു, അതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കുമ്പോൾ സഹവീര്യം കരവാവഹി. അത് 3 നടക്കുമ്പോൾ മനസ്സിലൊരു വെളിച്ചം ഉണ്ടാവും. തേജസ്വിനാവധീതമസ്തു. ആ വെളിച്ചം ഉണ്ടായാൽ പിന്നെ മാ വിദ്യുഷാവഹി, ഒരാളോടും വിദ്വേഷം ഉണ്ടാവില്ല. ഈ ദർശനം നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറയാണ്. ഇതൊരു മതത്തിൻ്റെ ദർശനമല്ല, ഇത് മനുഷ്യൻ്റെ ദർശനമാണ്. ഈ മനുഷ്യൻ്റെ ദർശനം നമ്മൾ ആ സംഗീതാർദ്രമായി, വികാരാർദ്രമായി, ആർദ്രതയോടെ സാഹിത്യം ചേർത്തിട്ട് പഠിക്കുക. നിങ്ങൾ രാത്രികാലങ്ങളിൽ സംഗീത നിശകളിലെ ചർച്ചകളിൽ ഒരു പാട്ടെടുക്കുക, ആ പാട്ടിൻ്റെ അർത്ഥത്തെപ്പറ്റി ചർച്ച ചെയ്യുക. നമ്മൾ വിചാരിക്കാത്ത എത്ര അർത്ഥങ്ങളുണ്ടെന്നറിയോ? ഉജ്ജയിനിയിലെ ഗായിക, കാളിദാസൻ്റെ മുഴുവൻ കൃതികളും ആ പാട്ടിലുണ്ട്, മുഴുവൻ കൃതികളുണ്ട്. സംസ്കൃതത്തിലെ കടുകട്ടിയായ 2 വാക്കുകളെ എത്ര സിമ്പിളായിട്ടാണ് ONV കുറുപ്പ് നമ്രം കമ്രം, കേൾക്കുമ്പോൾ തന്നെ ഞെട്ടുന്ന വാക്കാ. നമ്ര ശീർഷരായി നിൽപ്പൂ നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ, അല്ലേ? ഇങ്ങനെ ഓരോ പദത്തിൻ്റെയും അത്ഭുതങ്ങളുടെ ലോകം തുറക്കുക. അതുകൊണ്ട് ഈ വാർഷികത്തോടനുബന്ധിച്ച് നിങ്ങൾ പാട്ടുപാടിയാൽ മാത്രം പോരാ, അതിൻ്റെ സാഹിത്യത്തെക്കുറിച്ച് ഓരോ പാട്ടെടുക്കുക, ആ പാട്ടിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച്, അതിൻ്റെ ഗുണത്തെക്കുറിച്ച്, അതിൻ്റെ ദോഷത്തെക്കുറിച്ച്, അതിൻ്റെ ലൈംഗികമായ ഭാഗങ്ങളുണ്ട് ചില പാട്ടിൽ, സംഭോഗ ശൃംഗാരമുണ്ട്. വിപ്രലംബ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സര സ്ത്രീ വെൺചന്ദ്രലേഖയൊരപ്സര സ്ത്രീ എന്ന പാട്ട് അല്ലേ? അത്തരത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങളുണ്ടെന്നറിയോ മലയാള സിനിമാ ഗാനങ്ങളിൽ? ഈ അത്ഭുതങ്ങളെ എടുത്ത് അതും കൂടി ആസ്വദിക്കാൻ പഠിച്ചാലുണ്ടല്ലോ, നിങ്ങളത് 10 ഇരട്ടിയായി വർദ്ധിക്കും നിങ്ങളുടെ ആസ്വാദനം. അത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ കൂട്ടായ്മ ഒരു അത്ഭുത കൂട്ടായ്മയാണ്. ഇതൊരു ദേശീയോദ്ഗ്രഥനമാണ്. രാജ്യത്തിലെ എല്ലാ ഭാഗത്തുമുള്ള ആളുകൾ ഇതിനു വേണ്ടിയിട്ട് പാലക്കാടുനിന്നും കണ്ണൂരിൽ വണ്ടിയും പിടിച്ചിട്ട് ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ ഒരു പാട്ടിന് വേണ്ടിയിട്ട്. നമ്മളെ നാട്ടിലെല്ലാം പറയും പാട്ടിന് പോകാൻ പറയാന്ന്, എന്നാൽ പാട്ടിന് വരാൻ പറയാന്ന് പറഞ്ഞല്ലോ നിങ്ങളല്ലേ? പാട്ടിന് പോകാൻ പറയാന്ന് പറയുന്നതിന് പകരം പാട്ടിന് വരാൻ പറഞ്ഞല്ലോ നിങ്ങൾ. അങ്ങനെ പാട്ടിന് വേണ്ടി വന്നു. എൻ്റെ നാട്ടുകാർ, എൻ്റെ ഭാര്യയുടെ കൂടെ ജോലി ചെയ്യുന്ന സുനി, ഇവനതിലുള്ള ഞാനറിയില്ല, ഇവിടെ എത്തിയപ്പോൾ സുനീനെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. സുനിലില്ലേ, ആ ഞെട്ടിപ്പോയി. അപ്പോൾ എവിടെയൊക്കെയാണ് ഇതിൻ്റെ വേരുകൾ? ആ വേരുകളിൽ നിന്നെല്ലാം ഊർജം ശേഖരിച്ച് ഇതൊരു വടവൃക്ഷമായി, ഇത് രാജ്യത്താകമാനം പൂത്തു നിൽക്കുന്ന സാംസ്കാരിക വൃക്ഷമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്നേഹനിശ, ഈ നിശബ്ദതയെ ഒരു രാത്രി കൂടി വിടവാങ്ങലല്ല, ഒരു രാത്രി കൂടി പൂത്തുലയണം. വിടവാങ്ങരുത്. ഈ രാത്രി പൂത്തുലഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് വേണ്ടി ഒരു പരിചയമില്ലാത്ത, എനിക്കും പരിചയമില്ല, എന്നെയും പരിചയമില്ല, ഒരു ഫോൺ ബന്ധത്തിൻ്റെ പേരിൽ മാത്രം എന്നെ ക്ഷണിച്ച പ്രശാന്തേട്ടനും അതിൻ്റെ അഡ്മിനും അതിൻ്റെ കൂട്ടാളികൾക്കും എല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇവിടെ വന്നപ്പോൾ ഒരു കുടുംബത്തിൽ ആദ്യമായി കല്യാണം കഴിച്ച ഒരു മരുമകൻ ഭാര്യ വീട്ടിലെത്തിയാലുള്ളൊരു സൽക്കാരമില്ലേ, അതുപോലൊരു സൽക്കാരം എനിക്ക് നിലക്കെത്തിയത് കേട്ടോ. അത്രയും വിശേഷപ്പെട്ട
സൽക്കാരമാണ് എനിക്ക് ഇന്നലെ കിട്ടിയത്. അത്തരത്തിൽ എന്നെ ട്രീറ്റ് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞ് നിങ്ങളുടെ ഈ പരിപാടി ഉത്തരോത്തരം വളർന്നു പന്തലിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിനും എന്നെ കേട്ടതിനും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ മുടങ്ങാതെ കിട്ടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്